ഇന്നലെ ചെന്നൈയിലെത്തി DMK നേതാക്കളെ PV അൻവർ കണ്ടിരുന്നു. അൻവറിനെ പരിഗണിക്കണമെന്ന് കാണിച്ച് DMK കേരള ഘടകം നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ, VS രഞ്ജിത്ത്, മുബഷിർ പി അക്ബർ, ദീപക് മലയമ്മ എന്നിവർ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ആദ്യം അഷ്കറിലേക്ക്. അഷ്കർ, CPM-നും സർക്കാരിനുമുള്ള ഒരു മറുപടി കൂടിയാക്കി മാറ്റുക എന്നതാണ് മഞ്ചേരിയിലെ രാഷ്ട്രീയ വിശദീകരണ പൊതുസമ്മേളനം കൊണ്ട് PV അൻവർ ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നതും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സ്മൃതി, വിനിത, വൈകുന്നേരം 5 മണിയോടെ തന്നെ പരിപാടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനമല്ല, മറിച്ച് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ പേരായി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരിൽ, അതിനോടൊപ്പം തന്നെ സോഷ്യൽ മൂവ്മെൻറ്റ് എന്നുള്ള പേര് കൂടി ചേർത്തുകൊണ്ടുള്ള സംഘടനയുടെ പ്രഖ്യാപനമാണെന്ന് PV അൻവർ നടത്താൻ പോകുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സംഘടന എന്ന രീതിയിലേക്ക് PV അൻവർ മാറാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിൻ്റെ MLA സ്ഥാനം അയോഗ്യനാകുമോ, അതിലേക്ക് അയോഗ്യത കൽപ്പിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ്. അഥവാ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമാവുകയോ അംഗത്വമെടുക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാൾക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തന്നെ അയാളെ അയോഗ്യനാക്കാനുള്ള അധികാരം സ്പീക്കർക്കുണ്ടാവും. അത്തരമൊരു തന്ത്രം അല്ലെങ്കിൽ അത്തരമൊരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ള ആശങ്ക കൂടി PV അൻവറിന് മുന്നിലുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് MLA സ്ഥാനം നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി നിലനിർത്തുക എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് തൻ്റെ പാർട്ടിയെ ഒരു സംഘടനയാക്കി മാറ്റിക്കൊണ്ട് PV അൻവർ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ സംഘടനയെ പിന്നീട് പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് PV അൻവർ നീക്കം. ആ ഒരു ഘട്ടത്തിൽ ആവശ്യമായി വന്നാൽ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതും PV അൻവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ DMK-യുമായുള്ള ബന്ധം അത് തനിക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് PV അൻവർ കരുതുന്നത്. പ്രത്യേകിച്ച് നിലവിൽ DMK പോലെയുള്ള അല്ലെങ്കിൽ MK സ്റ്റാലിൻ ദക്ഷിണേന്ത്യയിൽ തന്നെ സംഘപരിവാർ വിരുദ്ധ നിലപാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പേരിൽ ശക്തമായ ഒരു ശബ്ദമായി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് MK സ്റ്റാലിൻ. അത്തരം ഒരാളുടെ പിന്തുണ തനിക്ക് ലഭിക്കുന്നതോടെ കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് PV അൻവർ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ മറ്റ് 13 ജില്ലകളിലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ജില്ലാതല വിശദീകരണ സമ്മേളനങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഥവാ അങ്ങനെ പരിപാടികളുമായി PV അൻവർ മുന്നോട്ട് പോയും DMK-യുടെ സഖ്യകക്ഷി സ്ഥാനം PV അൻവറിന് ഉറപ്പിക്കുകയും ചെയ്താൽ അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവും, പ്രത്യേകിച്ച് CPM-ന് വലിയ തിരിച്ചടിയാവും. PV അൻവർ UDF-ലേക്ക് പോവുകയാണെങ്കിൽ പോലും PV അൻവറിൻ്റെ കൂടെ അല്ലെങ്കിൽ PV അൻവറിന് ഉയർത്തിയ വിവാദങ്ങളിൽ അത് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും PV അൻവറിൻ്റെ കൂടെ പോകാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിന്ന്. അതേസമയം അത് DMK മുന്നിലേക്കാകുമ്പോൾ UDF-ൻ്റേതാണെങ്കിലും ഇല്ലെങ്കിൽ LDF-ൻ്റേതാണെങ്കിലും ഭാഗമായി നിൽക്കുന്ന അനുഭാവ വോട്ടുകൾക്കും പാർട്ടി പ്രവർത്തകർക്കും DMK എന്ന സ്റ്റാലിൻ്റെ കീഴിലേക്കുള്ള ഘടകകക്ഷിയായി PV അൻവർ എത്തുമ്പോൾ അണിചേരാൻ പ്രശ്നമുണ്ടാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ PV അൻവറിനുണ്ട്. അത് അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണ് PV അൻവർ നടത്തുന്നത്. PV അൻവർ DMK-ക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ സംസ്ഥാന DMK-യുടെ നേതൃത്വവും തമിഴ്നാട് DMK നേതൃത്വത്തിന് PV അൻവറിനെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അനുകൂല നിലപാടുമായി തന്നെ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എന്നാലും DMK കേന്ദ്രങ്ങളിൽ നിന്നും PV അൻവറിനെ ഘടകകക്ഷിയാക്കാമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത.